കോൺഗ്രസിനോട് ഒരു ഉപദേശം. നിങ്ങൾ ഇനി വയ്ക്കുന്ന ഓരോ ചുവടുകളും ശ്രദ്ധയോടുകൂടി തന്നെ വേണം. 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. അതനുസരിച്ചായിരിക്കണം രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ ചുവടുവയ്പ്പുകൾ. അല്ല എങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞതുപോലെ മൂന്നാം തവണയും അടുപ്പിച്ച് പ്രതിപക്ഷത്ത് തന്നെ കുത്തിയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസിന് അധപ്പതനമുണ്ടാകും. ആ ശ്രദ്ധയും ജാഗ്രതയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പറയുന്നത് പോലെ ഇപ്പോൾ ശ്രദ്ധ നൽകേണ്ടത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമാണ്. എന്നിട്ട് മതി ആരാകണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മറുപടി നൽകുവാൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കുവാൻ പാർട്ടിക്കുള്ളിൽ ചില രീതികളും ശൈലികളുമുണ്ട്. ആ രീതികളും ശൈലികളും അനുസരിച്ച് മാത്രം മുൻപോട്ട് പോയാൽ മതി എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിക്കുക തന്നെ വേണം. കാരണം 2024 അവസാന ഘട്ടങ്ങളിൽ കേരള സംസ്ഥാനമാകെ അലയടിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് കേരളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസ് തന്നെ ഭരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഇടയ്ക്കെപ്പോഴോ എല്ലാ കാലത്തും കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന പടലപ്പിണക്കങ്ങളുടെ മൂലകാരണങ്ങളിൽ ഒന്നായി മാറുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യം കോൺഗ്രസ്സുകാരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പിന്നീട് കടിപിടിയും വർത്തമാനങ്ങളും എല്ലാം അതിനെ ചുറ്റിപ്പറ്റിയായി. അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയും കോലാഹലങ്ങളും പടലപ്പിണക്കങ്ങളും നടക്കുന്നുണ്ട് എന്ന് ചില മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും പറയുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമായി പ്രസക്തമായി മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പോലെയുള്ള ഒരു ജില്ലയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ 2021 അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻപൻ പരാജയമുണ്ടായതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ബൂത്ത് തലത്തിൽ കോൺഗ്രസ് ശക്തമല്ല എന്നുള്ളതാണ്. സംസ്ഥാന നേതൃനിരയിലെ ശക്തരായ നേതാക്കന്മാരെ അല്ല വളർത്തിയെടുക്കേണ്ടത്. പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ബൂത്ത് തല നേതാക്കന്മാർക്കും മണ്ഡലം നേതാക്കന്മാർക്കും ഒക്കെ വലിയ പ്രാധാന്യം നൽകണം. അവർക്ക് ഇടം നൽകണം. അവരെ മുൻപിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ദളിത് മുഖങ്ങളെ. കോൺഗ്രസ് ദളിത് മുഖങ്ങളെ പ്രാദേശിക തലത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ അത്രയങ്ങ് ഇല്ല എന്ന് പറയേണ്ടതായി വരും. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദളിത് മുഖങ്ങൾ മത്സരിക്കേണ്ട ആവശ്യകത ഉണ്ടാകുമ്പോൾ മറ്റു പല നിയോജക മണ്ഡലങ്ങളിൽ നിന്നും മത്സരിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് വളരേണ്ട ആവശ്യകത കോൺഗ്രസിന് തന്നെയാണ്. ഇല്ല എങ്കിൽ 2026 അങ്ങ് പ്രതിപക്ഷ സ്ഥാനത്ത് ഒരു മൂലയിലിരുന്ന് ഘോരഘോരം പ്രസംഗിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറും. നേതാക്കന്മാർ ഒന്ന് ശ്രദ്ധിക്കുക. അണികൾ വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ നേതാക്കന്മാരാകൂ. അല്ല എങ്കിൽ നിങ്ങൾ പുകഞ്ഞ കൊള്ളി തന്നെയാണ്. പുറത്തിരിക്കേണ്ട ഗതി ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വളരെ ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോകണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയെങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കൂ. പ്രാദേശിക തലത്തിൽ നിന്ന് ഇനിയുള്ള ഒരു വർഷമെങ്കിലും കൃത്യമായ ചിട്ടയോടുകൂടി പ്രവർത്തിച്ച് മുൻപോട്ട് വന്നില്ല എങ്കിൽ വമ്പൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തേണ്ടി വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20ൽ 18 കിട്ടിയെന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് എങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കുക. പാലക്കാട്ടെ വിജയത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായ പോരാട്ടമുണ്ടായിരുന്നു. പ്രതിരോധങ്ങളെ ഒരുമിച്ച് നിന്ന് എതിർത്ത ശക്തിയും കൂട്ടായ്മയും ഉണ്ടായിരുന്നു. അതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകേണ്ടത്. വയനാട്ടിലെ വിജയം കോൺഗ്രസിൻ്റെ വിജയമായി കാണേണ്ട ആവശ്യകതയില്ല. കോൺഗ്രസിൻ്റെ ഒരു പങ്ക് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തണമെന്ന് നേതാക്കന്മാർക്ക് ചിന്തയില്ലെങ്കിൽ പോലും വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് അത്തരത്തിലൊരു മോഹമുള്ളത് കൊണ്ടാണ് പലയിടങ്ങളിലും വിജയിച്ചു വരുന്നത് എന്ന ഒരു ചിന്തയും ബോധ്യവും ഒക്കെ ഉണ്ടാകണം. പ്രാദേശിക തലത്തിൽ പണിയെടുക്കുവാൻ കഴിയുന്ന നേതാക്കന്മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ നൽകണം. പ്രാദേശിക ഇടങ്ങളുടെ വ്യക്തികളുടെ ഹൃദയമിടിപ്പറിയാവുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്നൊരു വ്യാമോഹം ഇല്ല എന്നറിയാം. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കന്മാർക്ക്
വമ്പൻ പരാജയമുണ്ടായപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. ഇനി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ അതിന് നിരവധി ഉദാഹരണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഒരു 2 ഉദാഹരണങ്ങൾ പറയാം, പ്രധാനമായും 2 യുവ നേതാക്കന്മാരുടെ മണ്ഡലങ്ങളെ പറ്റി. ഒന്ന് കുണ്ടറ മണ്ഡലമാണ്. ജെ മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനിയായ രാജ്മോഹൻ ഉണ്ണിത്താനെ വരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്ത കുണ്ടറ മണ്ഡലം. അതേ ജെ മേഴ്സിക്കുട്ടിയമ്മയെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ കുണ്ടറയിൽ കോൺഗ്രസിന്റെ യുവമുഖമായ AICC ഭാരവാഹിയായ PC വിഷ്ണുനാഥ് നിലംപരിശാക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഇടതുകോട്ടയിലേക്ക് നെഞ്ചും വിരിച്ച് കയറി ചെന്ന് ആ കോട്ടയെ തച്ചുടച്ച് അവിടെ ത്രിവർണ്ണ പതാക പറപ്പിക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും മാറേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞില്ല, മറ്റൊരു മണ്ഡലം കൂടിയുണ്ട്. ആ മണ്ഡലം കൊല്ലം ജില്ലയ്ക്കുള്ളിൽ തന്നെ വരുന്ന മറ്റൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ഇടതുകോട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം. ആ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ മുഖവും ശൈലിയും സ്വരവുമെല്ലാം ഇടത് കോട്ടയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. കരുനാഗപ്പള്ളി തികഞ്ഞും ഒരു ഇടതുകോട്ട തന്നെയായിരുന്നു. അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ CR മഹേഷ് എന്ന ഇപ്പോഴത്തെ കരുനാഗപ്പള്ളിയുടെ MLA അതേ മണ്ഡലത്തിൽ തന്നെ പരാജയപ്പെടുത്തി അതേ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കരുനാഗപ്പള്ളിയിൽ വിജയിച്ചു വന്നു. അത്തരത്തിൽ ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്ന നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടായിരുന്നു. അവരിപ്പോഴും കോൺഗ്രസിലുണ്ട്. പക്ഷേ രീതിയും ശൈലിയും ഒക്കെ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ പഴയകാല പ്രൗഢഗംഭീരമാർന്ന ജീവിത രീതിയിലേക്ക്, പ്രവർത്തന രീതിയിലേക്ക് ആ നേതാക്കന്മാർ മാറേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഉപദേശമാണ്. 3ാം തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശം മാത്രം.